എന്റെ ട്രൗസറ്, എന്റെ ബാഗ്, എന്റെ കൊട, എന്റെ ബെൽറ്റ്, എന്റെ ബനിയൻ, എന്റെ ടൈ, എല്ലാവരും ജീവിക്കും പോലെ എന്റെ കുട്ടിയും ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജീവിതവും വിസ്ഫോടനാത്മകമായി പൊട്ടിച്ചിതറിയിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിൽ പൊട്ടിച്ചിതറിയിരിക്കുന്നു. സാധ്യതകൾ ഒരുപാടുള്ളതുപോലെ തന്നെ കള്ളനാണയങ്ങളും ചതിക്കുഴികളും ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ ചതിക്കുഴികളിൽ, ഈ കള്ളനാണയങ്ങളിൽ പെട്ട് നമ്മുടെ കുട്ടികൾ വഴിയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങളെപ്പോഴും ഉണ്ടാകുമോ? രക്ഷിതാക്കൾ ചില കുട്ടികളെ ക്ലാസ്സിൽ നല്ല അധ്യാപകരുടെ മുന്നിൽ നല്ല കുട്ടികളായിരിക്കും. ആര്? കൃത്യമായി അസൈൻമെൻറ്റ് ചെയ്തവർ, നല്ല പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നവർ, നല്ല കുട്ടികളാണ് ടീച്ചറുടെ മുന്നിൽ. പക്ഷെ ചിലർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. കാരണം ഈ അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് നല്ല പങ്കുണ്ടാവും. അസൈൻമെൻറ്റും പ്രൊജക്റ്റും കൊടുക്കുന്നത് ടീച്ചറുടെ മുന്നിൽ നല്ല കുട്ടിയാണെന്നുള്ള കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് കിട്ടാനല്ല, സ്വന്തമായി ചെയ്തിട്ട് അതിജീവിക്കുവാനുള്ള സാമർഥ്യം അവരെ പഠിപ്പിക്കാനാണ്. അതുണ്ടാക്കിയെടുക്കാറുണ്ടോ നിങ്ങൾ എന്നതാണ് ചോദ്യം. അതുണ്ടാക്കിയെടുക്കാറുണ്ടോ? അതാണ് ചോദ്യം. നമ്മൾ പലപ്പോഴും ഇപ്പോൾ സ്കൂൾ ബസ് വരുന്ന സമയമാകുമ്പോഴേക്കും പല കുട്ടികളുടെയും വീട്ടിൽ ഇങ്ങനെയൊരു അനൗൺസ്മെന്റ് കേൾക്കാം: എൻ്റെ ബാഗ്, എൻ്റെ കൊട, എൻ്റെ ട്രൗസറ്, എൻ്റെ ബനിയൻ, എൻ്റെ ടൈ, എൻ്റെ ബെൽറ്റ്, ഓരോന്നിങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ അമ്മയെടുത്തോടുന്നു, അച്ഛനോടുത്തോടുന്നു, എല്ലാവരും കൊണ്ടുവരുന്നു. എല്ലാം കെട്ടി വിട്ടിട്ട് ബഹിരാകാശ യാത്രികനെ റോക്കറ്റിലേക്ക് കയറ്റുന്നത് പോലെ തള്ളി വിടുകയാണ്. തെറ്റ്, 100% തെറ്റ്. അവനവന്റെ ബാഗും കൊടയും ബെൽറ്റും എവിടെ വച്ചു അതെടുത്ത് ധരിക്കുവാൻ എല്ലാ കുട്ടികളും സ്വന്തമായി പ്രാപ്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ, നിങ്ങളൊരു പരാജയമാണ്. അവനെ കൊണ്ട് ചെയ്യിക്കണ്ടേ? ഞാൻ കുടുംബശ്രീ മുഖാന്തരം ഒരു സർവേ നടത്തി. ആ സർവേ റിസൾട്ട് നിങ്ങളോട് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് എന്നോട് ദേഷ്യം വരും, ക്ഷമിക്കുക. ആ സർവേ റിസൾട്ട് എന്താണെന്നറിയോ? കേരളത്തിലെ പുരുഷന്മാരിൽ 87% അവനവൻ്റെ അണ്ടർവെയർ അലക്കാത്തവരാണ്. ഈ സർവേ റിസൾട്ട് കിട്ടിയതാണ്. അവനവൻ്റെ അണ്ടർവെയർ പോലും അലക്കാൻ ഭാര്യയെയോ സഹോദരിയെയോ അമ്മയോ ഏൽപ്പിക്കുന്നവരാണ് കേരളത്തിൽ 87% പുരുഷന്മാരും. അതെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അവനവൻ്റെ അണ്ടർവെയർ അലക്കിയിടാൻ, അവനവൻ കഴിച്ച പാത്രം കഴുകാൻ പഠിപ്പിക്കേ. എന്തിന്? എല്ലാ കാലവും നിങ്ങളുണ്ടോ കൂടെ? അമ്മയും അച്ഛനും, ചില അമ്മയും അച്ഛനും വിചാരിക്കുന്നത് എല്ലാ കാലവും ഞാൻ ഇവൻ്റെ കൂടെ ഉണ്ടാവുന്ന. അവൻ പോകും. അവൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അവിടെ എത്തുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതികർത്തവ്യതാമൂഢനായി നിൽക്കുന്ന മക്കളെ നിങ്ങൾ സൃഷ്ടിക്കരുത് ദയവ് ചെയ്തിട്ട്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്തിട്ട് ജീവിതം പഠിപ്പിക്കൂ. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പഠിപ്പിക്കൽ മാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി, ജീവിതം പഠിപ്പിക്കൂ. ജീവിതത്തിൻ്റെ പുതിയ സ്കില്ല് പഠിപ്പിക്കൂ. ആ സ്കില്ലിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾക്ക് അന്യമായിട്ട് പാഠപുസ്തകത്തിന് പുറത്തുള്ള 6 കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ ഉണ്ടായി എന്ന് ഉറപ്പുവരുത്തണം. ആ 6 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ നല്ല ബുദ്ധിജീവികളല്ല ആക്കേണ്ടത്. ബുദ്ധിജീവി ആയിക്കോട്ടെ, അത് സ്വാഭാവികമായ വളർച്ചയാണ്. നിങ്ങളുടെ കുട്ടികൾ നല്ല ജീവിതം പഠിക്കുന്നവരാകുക. പുതിയ മട്ടിലുള്ള, വ്യക്തിത്വമുള്ള, യുണീക്കായിരിക്കുന്ന, വ്യത്യസ്തതയുള്ള ജീവിതം ഉണ്ടാക്കുക. എല്ലാവരും ജീവിക്കും പോലെ എൻ്റെ കുട്ടിയും ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ കുട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി. അപ്പോൾ എന്താ വേണ്ടത്? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ബുദ്ധി വളർച്ചയല്ല, വ്യക്തിത്വ വികാസമാണ്. അത് പാഠപുസ്തകങ്ങൾ അതിന് വളരെ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ ഞാൻ ഏത് സിലബസ് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന,
ആവശ്യമായിരിക്കുന്നതല്ല, ആവശ്യമായ അറിവുകളുടെ 100-1 പോലും പാഠപുസ്തകത്തിലില്ല. 100-1 പോലും പാഠപുസ്തകത്തിലില്ല. അതുകൊണ്ട് പാഠപുസ്തകം എന്ന് പറയുന്നത് അവസാന വാക്കല്ല, ആദ്യത്തെ വാക്കാണ്. അതൊരു പ്രവേശന കവാടമാണ്. ഒരു പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് അവനെ നോക്കിക്കാണാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് പാഠപുസ്തകത്തിൽ പരീക്ഷ എഴുതി മാർക്ക് വാങ്ങലല്ല എന്ന പരിമിതമായ ലക്ഷ്യം, ഫുൾ A+ എന്ന പരിമിതമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയെ തളച്ചിടരുത്. പരിമിതമായ ലക്ഷ്യമാണ് പലർക്കും. ഫുൾ A+, ഒരു ജോലി, തീർന്നു. അതാണോ ഒരു ജോലി? ഫുൾ A+, ഒരു വീട്, ഒരു കാറ്, ഇതാണോ ജീവിതം? ഇതെന്ത് ജീവിതമാണ്? അതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തോളം വളരണ്ടേ നമ്മുടെ കുട്ടികൾ? അതിനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ മക്കളുടെ ഉള്ളിലുണ്ട്. അതിനെ മുഴുവൻ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കലാണ് നമ്മുടെ ജോലി. ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ പഠിക്കാൻ കഴിവില്ല. കൂട്ടുകാർ താമസിക്കുന്ന ലോഡ്ജിൽ, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഷെയർ ചെയ്തിട്ട് താമസിക്കാൻ കൊടുക്കാൻ കാശ് കയ്യിലില്ല. അപ്പോൾ അവൾ പോയി ചോദിച്ചു, ആ വീടിൻ്റെ അടുക്കളയുടെ അറ്റത്ത് അല്പ സ്ഥലമുണ്ടല്ലോ, അടുക്കളയുടെ അട്ടം ആറ്റിക് എന്ന് പറയും, ആറ്റിക്, അതാണ് മലയാളത്തിൽ അട്ടം. ആ വിറക് സൂക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പായിട്ട് കിടന്നോട്ടെ, കുറച്ച് കാശ് തരാം, അപ്പോൾ അതിൻ്റെ കാശും കിട്ടുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു സന്തോഷം. യെസ്. അങ്ങനെ ഈ പുകയൊക്കെ ശ്വസിച്ചുകൊണ്ട് ശ്വാസകോശ പ്രശ്നമായിട്ടും ആ കുട്ടി അവിടെ കിടന്ന് പഠിച്ചു. അവൾ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കനികളിൽ നിന്ന് കൊണ്ടുപോയിട്ട ചെളിയും കോരി വീട്ടിലേക്ക് പോകുന്ന കണ്ടപ്പോൾ അയൽവാസികൾ പറഞ്ഞു, ഒരുപാട് പഠിച്ചിട്ട് കുട്ടിക്ക് വട്ടായിപ്പോയി. കാരണം ഇവൾ ചെയ്യുന്നത് കനികളിൽ നിന്ന് കോരിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന പിച്ച് ബ്ലണ്ടിൻ്റെ ചളി, പിച്ച് ബ്ലണ്ട് അയിര്, അത് കോരി തലയിൽ വെച്ചിട്ട് ചളിയിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടിടുക. എന്തൊരു പൊട്ടത്തിയാണിത്! ഒരു ദിവസം പത്രത്തിൽ വാർത്ത വന്നു, ആ കുട്ടിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്ന്. അപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിപ്പോയത്. പിച്ച് ബ്ലണ്ട് അയിരിൽ നിന്ന് യുറേനിയം എന്ന് പറയുന്ന ഒരു മൂലകത്തെ ലോകത്തിൽ ആദ്യമായി സമ്പുഷ്ടീകരിച്ച് കണ്ടുപിടിച്ച മേഡം ക്യൂരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ പിന്നെയും അവിടെ നിന്നില്ല. അവളുടെ ഭർത്താവ് പിയരി ക്യൂരിയുടെ കൂടെ അവിടെ നിൽക്കാതെ യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ച് അതിൻ്റെ അകത്തുനിന്ന് റേഡിയം കണ്ടെത്തി. പിന്നെയും കിട്ടി നോബൽ സമ്മാനം. ആ റേഡിയമാണ് ആറ്റം ഘടിച്ച് ആറ്റോമിക് എനർജിയുടെ അടിത്തറയായി മാറിയത്. ആ റേഡിയത്തിൻ്റെ കണ്ടുപിടുത്ത റേഡിയോ അല്ല. പ്രകൃതിയിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് കോടാനുകോടി വർഷം ഈ ഭൂമിയിൽ സസ്യങ്ങളും ജന്തുജാലങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വസ്ത്രത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വീടിൽ താമസിക്കുന്ന ഗുഹകളിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നോ അത് തന്നെയായിരുന്നു എല്ലാ കാലവും. അവർക്ക് ഓരോ ദിവസവും പ്ലസ് ചെയ്തിരുന്നില്ല. മനുഷ്യൻ ഇന്നലെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും നേടിയിട്ടില്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്താണ് നേടേണ്ടത് ഭൗതിക സമ്പത്താണോ? മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ എന്താ? ഭൗതികമായതാണോ അവൻ്റെ മാനസികമായതാണോ മനുഷ്യനെന്ന് പറയുന്നത്? മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് അവന് അകവും പുറവും ഉണ്ട് എന്നതുകൊണ്ടാണ്. താൻ നായയാണെന്നറിയുന്ന ഒരു നായയും ലോകത്തില്ല. ഉണ്ടോ? ആനക്കറിയുമോ തൻ്റെ പേര് ആനയാണെന്ന്? ഒരു മൃഗത്തിനും താൻ ആരാണെന്നറിയില്ല. തൻ്റെ ദേശമേതാണ്, താൻ ജീവിച്ചിരിക്കുന്ന കാലമേതാണെന്നറിയില്ല. എന്നാൽ മനുഷ്യന് താൻ ആരാണെന്നറിയാം. തൻ്റെ പേരെന്താണ്, താൻ എവിടെയാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്കൊരിടമുണ്ടല്ലോ, അതെവിടെയാണെന്നറിയാം. ആ ഇടം ഇപ്പം ഗൂഗിൾ കണ്ടെത്തി തരിക. ഇപ്പോൾ എൻ്റെ വീട് കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ ഗൂഗിൾ നോക്കേണ്ട അവസ്ഥ വന്നു അല്ലേ? ഞാനിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എത്തിയിരുന്നു. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അസ്രഫ് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നു. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് നേരെ അവിടെ എത്തി. ഒരു പ്രയാസമില്ല, നേരെ അവിടെ എത്തുന്നു. അഷ്റഫ് കമൻറ്റിൽ നിൽക്കുന്നു, ആരോടും ചോദിക്കേണ്ടി വന്നില്ല. അപ്പോൾ അഷ്റഫൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? അഷ്റഫൊക്കെ പറഞ്ഞത് ഇത് നല്ല കാര്യം തന്നെ, പക്ഷെ അദ്ദേഹം ഒരു നല്ലൊരു പോയിന്റ് പറഞ്ഞു.
പക്ഷെ ഈ നല്ല കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ആരും സൈഡ് ഗ്ലാസ് താഴ്ത്തുന്നില്ല, വഴിയിലിരിക്കുന്ന ഒരാളോട് മിണ്ടുന്നില്ല, ഒരു കടക്കാരനോട് ചോദിക്കുന്നില്ല, ആരോടുമുള്ള ജൈവികമായ സംവാദമില്ല. എല്ലാം ഡിജിറ്റൽ സംവാദങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഡിജിറ്റൽ സംവാദങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയാണെന്നറിയാം, എവിടുന്ന് നമ്മൾ വന്നെന്നറിയാം. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്ക് പോണു ഞാൻ എന്നറിയാം നമുക്ക്. അതറിയണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, അതാണ് ദർശനം നൽകണേ മിശിഹായേ. ആ പാട്ടിൻ്റെ അല്ലേ? ആ ദർശനം നൽകണേ എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു തരണമെന്നല്ല, മിശിഹയെ എന്നെ കാട്ടിത്തരണമെന്നല്ല, ദർശനം നൽകണേ. കാഴ്ചപ്പാട്, ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാക്കി തരണേന്നാ മിശിഹായെ. ജീവിതത്തെ പറ്റിയിട്ടുള്ളൊരു ദർശനം, ഫിലോസഫി തരണേ മിശിഹായെ എന്നാണ് ചോദ്യം. അതിന് വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ. എന്നാ ഇപ്പോ എവിടെ നിന്നെത്തി എന്നറിവീല, ഏതാണ് ലക്ഷ്യമെന്നറിവീല, മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ അല്ലേ? ഈ സുഖത്തിൻ്റെ പുറകെ പോയിട്ട് മനുഷ്യജീവിതത്തിൻ്റെ ഫിലോസഫി നഷ്ടപ്പെട്ടു പോകുന്ന വിഡ്ഢികളാവുന്നു നമ്മൾ. സുഖമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ പ്ലസ് ആവണം. എന്താണ് പ്ലസ്? കാലദേശങ്ങളുടെ ബന്ധനാണ്. ഈ പ്ലസ് എന്ന ചിഹ്നത്തിന് വിലങ്ങനെ ഒരു വര, താഴോട്ടൊരു വര, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ. അതിനൊരു പ്രതീകമുണ്ട്. നമുക്ക് ഒരു സമൂഹം ഒരുപാട് പ്രതീകങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ട്യൂബിൻ്റെ പ്രതീകമായിരുന്നല്ലോ വിരല്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന, സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന താലി ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണെന്നറിയാമോ? താലി ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രതീകമാണ് താലി. ആലിലത്താലിയല്ല, ഭർത്താവിൻ്റെ ഹൃദയം. ഒരു വിവാഹമെന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങൾ ചേരലല്ല, രണ്ട് ഹൃദയങ്ങൾ ചേരലാണ്. അപ്പോൾ ഭർത്താവ് തൻ്റെ ഹൃദയം മൂല്യമുള്ള സ്വർണമാക്കിയിട്ട് ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് നൂല് കെട്ടി കഴുത്ത് കെട്ടുന്നു എന്ന് മാത്രം. ഈ പ്രതീകം അറിയാത്ത വിഡ്ഢികളാണ് എന്ത് ചെയ്യുന്നത്? വലിയ മാല വാങ്ങിയിട്ട് താലി അയിമ കോർക്കും. അപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയം ഭാര്യൻ്റെ ഹൃദയത്തിൻ്റെ നേരെയാ നിൽക്കണ്ടേ? ഭൂരിപക്ഷം ഭർത്താക്കന്മാരുടെ ഹൃദയവും ഭാര്യയുടെ ഉദരത്തുമല്ല ഉള്ളത്. ഇതിൻ്റെ പ്രതീകം അറിയാത്തോണ്ടാ. അതുപോലെ ഈ പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ്? കാലദേശങ്ങൾ ചേരുന്നതാണിത്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പ്രത്യേകതകൾ കൂടിച്ചേരുന്ന ആ മധ്യബിന്ദുവാണ് ഞാനും നമ്മുടെ കുട്ടികളും. എങ്ങനെ? ഞാൻ തെളിവ് തരാം. എൻ്റെ ഷർട്ടിൽ പ്ലസ് ഉണ്ടാകുന്നത് അതിൻ്റെ നൂല് ഊടും പാവുമായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കൊണ്ടല്ല. ഈ ഷർട്ട് എന്ന ആശയം കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, കാലമല്ലേ. കാട്ടാളിൽ നിന്നും മനുഷ്യനിലേക്ക് മാറിയപ്പോ, അവൻ ആദ്യം മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്ക് മാറിയപ്പോ നാണം വന്നപ്പോ, ആദ്യം ത്രികോണാകൃതിയിലൊരു തുണി കൊണ്ട് നാണം മറച്ചപ്പോ, ആ 3 കോണിനകത്തായത് കൊണ്ടാണ് അതിന് കോണകം എന്ന് പേര് വന്നത്. 3 കോണിനകത്താണ് കോണകം. വാക്കുകൾ വന്നത് വെറുതെയല്ല. ആ കോണകം മുതൽ എത്ര ടെക്സ്റ്റൈൽ തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ, ഫാഷൻ ടെക്നോളജി വിദഗ്ധന്മാർ, ടൈലർമാര് അധ്വാനിച്ച് കാലത്തിലൂടെ കൊണ്ടുവന്നതാണ് എൻ്റെ ഷർട്ട് അല്ലേ? കാലത്തിൻ്റെ വൈ ആക്സിസ് അതിലുണ്ട്. ഈ ഷർട്ടിന്റെ തുണി എൻ്റെ വീട്ടിൽ കൃഷി ചെയ്തതല്ല. ഉത്തരേന്ത്യയിലെ ചമ്പാരനിലെ പരുത്തി കർഷകർ കൃഷി ചെയ്ത പരുത്തിച്ചെടിയുടെ പൂക്കൾ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് അത് പശയിൽ മുക്കി നൂലാക്കി ചായത്തിൽ മുക്കി കൊണ്ടുവന്നിട്ട് കോയമ്പത്തൂര് മഫത്ലാൽ കമ്പനിയിൽ നിന്ന് നെയ്തെടുത്തതാണ് എൻ്റെ കുപ്പായത്തിൻ്റെ തുണി. ഇത് ദേശത്തിലൂടെ വന്ന എക്സ് ആക്സിസ്. അപ്പോൾ എൻ്റെ ഷർട്ടിൽ കാലത്തിൻ്റെ വൈ ആക്സിസ് ഉണ്ട്, ദേശത്തിൻ്റെ എക്സ് ആക്സിസ് ഉണ്ട്. അതാണ് പ്ലസ്.